ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടിലൻ ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്ത് ചട്നിയാണെന്ന് മനസ്സിലായോ? അതേ, നമ്മുടെ ഈത്തപ്പഴം വെച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ ചട്നി ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് അടിപൊളിയായിട്ട് നമ്മുടെ ബിരിയാണിക്കെല്ലാം ഒരു സൂപ്പർ കോമ്പിനേഷനും കൂടിയാണ് ഈ സാധനം. നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 250 ഗ്രാം ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. വേഗം തന്നെ നമുക്കതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിലിട്ട് കൊടുക്കാം. ഇതിനാകെ 3 സംഭവങ്ങളെ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. കുറച്ച് വറ്റൽമുളകും കുറച്ച് വിനീഗറും. ഇതുണ്ടെങ്കിൽ നമ്മുടെ ചട്നി സൂപ്പറാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ വറ്റൽമുളകാണ്. ആവശ്യത്തിന് നമുക്ക് എരിവ് എത്രയാണോ നോക്കിയിട്ട് അതിനാവശ്യത്തിന് എടുക്കാം. ഇനി ഈ കുരുവൊക്കെ കളഞ്ഞ് നമ്മുടെ ഈത്തപ്പഴത്തിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കുകയാണേ. അത് ആ വിനീഗറത്തെ നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഈത്തപ്പഴത്തിൽ അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടാവുമല്ലോ, അതിനുകൊണ്ട് നമുക്ക് ആ വിനീഗർ വെച്ച് തന്നെ ഒന്ന് കഴുകിയിട്ട്, അതുപോലെ നമ്മുടെ വറ്റൽമുളകും നമുക്ക് ഈ വിനീഗറിലിട്ടിട്ട് ഒന്ന് കഴുകിയിട്ട് ആ വിനീഗർ നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് ആവശ്യമില്ല, നമുക്ക് കളഞ്ഞേക്കാം. എന്നിട്ട് ഈ കുറച്ചുകൂടെ നമ്മുടെ വിനീഗർ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ വറ്റൽമുളകും നമ്മുടെ ഈത്തപ്പഴം കൂടെ ഇതിലേക്ക് അങ്ങ് മുക്കി വയ്ക്കാം. നന്നായിട്ട് ഒരു 6-7 മണിക്കൂറൊക്കെ നമുക്കിതിലേക്ക് കുതിർക്കാനായിട്ട് വയ്ക്കാം. അതിന് ശേഷമാണ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് നമ്മുടെ വിനീഗർ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചട്നി, നമ്മുടെ ഈത്തപ്പഴം കൊണ്ടുള്ള ചട്നി റെഡിയാകും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.